ഈ ഡെർമറ്റോളജി എന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നതെന്ന് പറയുന്നത് ലേസർ ഹെയർ റിഡക്ഷൻ ആണ്. അപ്പോൾ പക്ഷേ പലരും ഇങ്ങനെ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് ഈ LHR ചെയ്തതിന് ശേഷവും വീണ്ടും ഹെയർ വരുന്നു, അപ്പോൾ ഈ പ്രൊസീജിയർ അത്ര എഫക്റ്റീവ്നെസ് ഉള്ള പ്രൊസീജിയർ അല്ല എന്നൊക്കെ. സത്യമാണോ? അങ്ങനെയല്ല. ലേസർ ഹെയർ നമ്മൾ റിമൂവലും കാട്ടി റിഡക്ഷനാണ് ഉദ്ദേശിക്കുന്നത്. പറഞ്ഞാൽ നമ്മുടെ ഉള്ള ഹെയറിന് ഒരു 80 to 90% റെഡ്യൂസ്ഡ് ആവണം. അത് നമ്മൾ ഫുൾ സെഷൻസ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴാട്ടോ. അപ്പം അത് ഡെഫിനറ്റ്ലി വർക്ക് ചെയ്യുന്നതാണ്. പക്ഷെ നമ്മൾ ആ ഫുൾ കംപ്ലീറ്റ് ചെയ്തൊരു 4 or 3 സെഷൻസ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടണമെന്നില്ല. ഇതേപോലെ തന്നെ നമ്മൾ ഹോർമോൺ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇച്ചിരി എക്സ്ട്രാ സെഷൻസ് കൂടെ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് നല്ല റിഡക്ഷൻ കിട്ടുന്നതാണ്. ആണോ? അപ്പൊ ഈ PCOD ഒക്കെ ഉള്ളവർക്ക് ഈ LHR എഫക്റ്റീവ് ആണോ? ആണ്. പക്ഷെ നമ്മൾ ആദ്യം ഹോർമോൺ ഇവാലുവേഷൻ ചെയ്യണം. അതിന് ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ടെങ്കിൽ അതും കംപ്ലീറ്റ് ചെയ്യേണ്ട കൂടെ തന്നെ അതും കൂടെ ചെയ്ത് പോയാലേ, ഇല്ലെങ്കിൽ ഹെയർ റീഗ്രോത്തിന് ടെൻഡൻസി ഉണ്ട്. ഇനി അല്ല നമ്മൾ ഈ പറഞ്ഞ പോലെ 6 to 8 അല്ലെങ്കിൽ 8 to 10 സെഷൻസ് കഴിഞ്ഞാലും നമുക്ക് മെയിൻ്റനൻസ് തെറപ്പി ചെയ്യാം. അതായത് ഇയർലി വൺസ് വെച്ചിട്ട് സെഷൻസ് പിന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല കൺട്രോളായിട്ട് അങ്ങ് പൊക്കോളും.